വചനത്താൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സ്വാതന്ത്ര്യം നൽകുന്ന വചനമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ശമരിയ സ്ത്രീയുടെ കാര്യങ്ങൾ വായിച്ചപ്പോൾ 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് എന്ന പേരുള്ള ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ വിലയേറിയ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കാത്ത ഒരു വിലയേറിയ സത്യമാണ് ഈ ശമരിയ സ്ത്രീക്ക് നൽകിയത്. ഈ ശമരിയ സ്ത്രീയുടെ സത്യസന്ധതയാണ് നമ്മളവിടെ വായിക്കുന്നത്. അതിൻ്റെ 17-ാം വാക്യത്തിൽ ദേവദാസൻ വായിച്ചല്ലോ. അതായത് 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവളോട് പോയി നിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞു, യേശു അവളോട് പറഞ്ഞു, നീ പോയി എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവനോ ഭർത്താവുമല്ല. നീ പറഞ്ഞത് ശരി, സത്യം. ആ സത്യസന്ധതയാണ് ദൈവം അവളിൽ കണ്ടത്. ഭർത്താവില്ല, പക്ഷേ ഇപ്പോഴുള്ളവർ ഭർത്താവല്ല. നിക്കോദീമോസിനോട് എന്തുകൊണ്ടാണ് ഈ സത്യം പറയാതെ ആ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? നീ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യം കാണുകയെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് എല്ലാം അറിയാം. അതാണ് കുഴപ്പം. പുള്ളി ഉപദേഷ്ടാവാണ്, അതുകൊണ്ട് എല്ലാം അറിയാം. അതുകൊണ്ട് വീണ്ടും ഞാനതേക്കുറിച്ച് പറഞ്ഞപ്പം അതറിയത്തില്ല. അപ്പോൾ അവിടെ തുടങ്ങണ്ടേ? എന്നാൽ ശമരിയാസ്ത്രീയോട് പറഞ്ഞപ്പം ശമരിയാസ്ത്രീ പറയുന്നത് നീ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞത് മാത്രമല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ കർത്താവ് പറഞ്ഞു. അവളുടെ ഉള്ളിലേക്ക് ആ ശബ്ദങ്ങൾ വന്ന് അവളൊരു വലിയ രൂപാന്തരം നടത്തി എന്നുള്ളതാണ് നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നീ അറിയാത്തതിനെ ആരാധിക്കും. നമ്മളൊക്കെ ഒത്തിരി അറിയാത്തതിനെ ആരാധിക്കുന്നവരാണ്. ഇപ്പോഴും അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചോ ഇല്ലയോ എന്നുള്ളത് നാം തിരിച്ചറിയണം, അല്ലേ? നമ്മൾ ആരാധിക്കുന്നത് കർത്താവിനെയാണോ എന്നുള്ളത് അറിയാനൊരു വഴിയുണ്ട്. അതായത് നമുക്ക് ഒത്തിരി മോഹങ്ങളുണ്ട് ജഡത്തിൽ, ഇല്ലേ? ഉണ്ട്. ജഡത്തിൽ ഒത്തിരി മോഹങ്ങളുണ്ട്. ആ മോഹങ്ങളെ നോ പറഞ്ഞിട്ട് പിതാവായ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിലാണോ നാം ആയിരിക്കുന്നത്? എപ്പോഴും അങ്ങനെയല്ല, അത് സത്യമല്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നാം നമ്മുടെ മോഹങ്ങളെ ആരാധിക്കുകയല്ലേ, അല്ലേ? ഒരളവിൽ അതാണ് ശരി. എന്നാൽ അതിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ഈ പഴയ നിയമത്തിൽ ദാവീദ് പ്രകാരം പാടുന്നുണ്ട്. 32-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൻ്റെ 103-ാം സങ്കീർത്തനവും ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അതും അവരുടെ നന്മകളെയൊക്കെ ഓർത്ത് ഉപകാരത്തിനും മറക്കാതെ നന്ദി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്ന വാക്കാണ്: അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകലരോഗം. ഈ 2 വാക്യം ശ്രദ്ധിച്ചോ? പാപം മോചിക്കുന്നു, അകൃത്യം മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു തരുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പഴയ നിയമത്തിൽ അത്രേ സാധ്യമായിരുന്നുള്ളൂ. ലംഘനം ക്ഷമിച്ചു തന്നു, പാപം മറച്ചു തന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് വ്യത്യാസമുണ്ട്. പാപം ക്ഷമിച്ചു എന്നുള്ളത് ഇവിടെ നമ്മൾ പാടിയ പാട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും. അതായത് പാടിയത് ഭാഗ്യനാൾ യേശു എൻ പാപം ക്ഷമിച്ചതാണെന്നാണോ? തീർത്ത നാൾ. അത് അപ്പോൾ അത് ദേവദാസൻ എടുത്തു പറഞ്ഞു അത് അന്ന് നമ്മൾ പാപം ക്ഷമിച്ചു തന്നൊരു ദിവസമുണ്ട്.
അതിന് നമ്മൾ ഭാഗ്യനാൾ, ആ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മളങ്ങ് ആവേശം കൊള്ളും. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശുവിൻ്റെ പാപം തീർത്ത നാൾ. എന്നാൽ പാപം തീർത്തു എന്നുള്ളതിൻ്റെ അർത്ഥം ക്ഷമിച്ചു എന്നുള്ള അർത്ഥമല്ല. പാപം തീർത്തു എന്ന് പറഞ്ഞാൽ ഇന്നും പാപം തീർത്തിരിക്കുകയാണെന്നുള്ള ആ ഒരു നിലയിലായിരിക്കണം നമ്മളാകേണ്ടത്. എങ്ങനെയായിരിക്കും അതെങ്ങനെ ഇത്രത്തോളം മോശപ്പെട്ട ഒരു ജഡത്തിൽ തീർത്തെന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതും ദേവദാസൻ പറയുകയുണ്ടായി. പൗലോസ് തിമോത്തിയോസിൽ പറഞ്ഞ വാക്യം, സഹോദരി വായിച്ച വാക്യം ഇതാണ് വായിച്ചത്. തിമോത്തിയോസ് പറഞ്ഞു, ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നുപയോഗിക്കാനുള്ള അവസ്ഥ. അതായത് എപ്പോഴും ഒരു ശുദ്ധ മനസ്സാക്ഷി സൂക്ഷിപ്പാൻ നമുക്ക് കഴിയും. അതാണ് പുതിയ നിയമത്തിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാതെ പിണക്കം വരുന്നവരാണ്, അസ്വസ്ഥത വരുന്നവരാണ്. കോപത്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരളവിൽ പ്രാപിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാനിരിക്കുന്നത് പലരും പല അളവിലാണ്. അങ്ങനെയാണ്. അപ്പോൾ ഒരാളോട് കോപിച്ചാൽ ആ ആളോട് ക്ഷമിക്കണം. ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് എതിരായിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവത്തോടും ക്ഷമ ചോദിക്കണം. അങ്ങനെ ക്ഷമ ചോദിച്ചാൽ, ഈ രണ്ടു കൂട്ടരോട് ക്ഷമ ചോദിച്ചാൽ പിന്നെ നമുക്കൊരു ശുദ്ധ മനസ്സാക്ഷി ഉണ്ടാകും. അതുകൊണ്ടാണ് ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധ ഹൃദയത്തിൽ ആണ് നല്ല മനസ്സാക്ഷി വരേണ്ടത്. എന്നാൽ ഹൃദയത്തിൽ നിന്ന് ചില സമയത്ത് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ സംസാരിക്കും. എങ്ങനെയാണത് ഹൃദയം നിറഞ്ഞ് കവിയുന്നത്? നമ്മൾ വേറൊരു സഹോദരനെ കുറിച്ച് ഇങ്ങനെ തെറ്റായ ചിന്തകൾ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ, അത് വളർന്നു വരുമ്പോഴാണ് നമ്മളിൽ നിരുത്സാഹവും കോപമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വളരാൻ അനുവദിക്കാതെ വണ്ണം അവിടെ വെച്ച് അതിനെ നിഷേധിക്കുവാൻ തക്കവണ്ണമാണ് ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് അതിനെ നിഷേധിക്കുക. അത് നമ്മുടെ ഹിതമാണ്, നമ്മുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ നിഷേധിക്കുന്നതാണ് ശരിക്കും പുതിയ നിയമ ആരാധനയെന്ന് ദേവദാസൻ പറയുകയുണ്ടായി. അത് എപ്പോഴാണ്? ദേവദാസൻ പറഞ്ഞു, ആഴ്ചയുടെ 7 ദിവസത്തിൻ്റെ മണിക്കൂറുകൾ 365 ദിവസവും ഈ ആരാധനക്കാരായിരിക്കുവാനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. ആ സത്യം മറക്കരുത്. നമ്മൾ പാട്ട് പാടുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ തട്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയുന്നത് ആ നിലയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സ്വാതന്ത്ര്യം നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത്. നമ്മളതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മനോഹരമായ ഒരു ലേഖനമാണ് റോമാലേഖനം 6-ാം അധ്യായം. റോമാലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അത് നമുക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു. അവിടെ ആദ്യം തുടങ്ങുന്നത് തന്നെ 2 ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ആകയാൽ എന്താണ് പറയേണ്ടത്? ചോദ്യം. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നോ? ചോദ്യം. ഈ 2 ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്, ഒരു നാളും അരുത്. 2-ാം വാക്യം, ഒരു നാളും അരുത്. പിന്നെ പറയുന്നു, പാപസംബന്ധമായ മരിച്ചിരിക്കുന്നവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ചോദ്യം. ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കണം. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? മുകളിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് 5-ാം അധ്യായത്തിൻ്റെ 20, 21 വാക്യം വായിച്ചിട്ടാണ് ആകയാൽ എന്ന് പറയുന്നത്. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് 5-ന്റെ 20, 21 വാക്യം, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ നമുക്കൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാവും, ഇവിടെ പാപം ചെയ്യുമ്പോൾ കൃപ പെരുകും, കൃപ വർദ്ധിക്കുന്നു അല്ലേ? കൃപ വർദ്ധിച്ചു. അങ്ങനെയാണ് പാപം ചെയ്തുകൊണ്ടിരിക്കണം കൃപ വർദ്ധിക്കാൻ. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, കൃപ വരേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിലെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്.
1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു കാൽവറിയിൽ മരിച്ചു എന്ന് പത്രോസ് പറയുന്നുണ്ട്. പൗലോസ് വീണ്ടും 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ റോമാലേഖനം 6:11 പറയുന്നുണ്ട്, അപ്രകാരം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരാണെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും നിങ്ങളെ തന്നെ എണ്ണുകയും കരുതിക്കൊള്ളുകയും എണ്ണുകയും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ ലോകത്തിൽ നമ്മൾ നടക്കാൻ. ഈ ലോകം നമുക്ക് ഒട്ടും യോഗ്യമല്ല. ചെയ്യുന്ന ഒന്നും ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഇവിടെ ജയിലിട്ടിരിക്കുന്നത്. അവരൊരു പ്രത്യേക പ്രമാണം ഉണ്ടാക്കി, ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കി അവർക്ക് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി. ഭരണഘടനയുണ്ട്. ദൈവദാസൻ പറഞ്ഞ പോലെ ഭരണഘടന നമ്മൾ വായിച്ചിട്ടേലും ഇതിനെക്കുറിച്ച് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ആ സ്വാതന്ത്ര്യത്തെ മാറ്റിക്കൊണ്ട് ആ രാജ്യത്തിലുള്ള ആ ഒരു സ്റ്റേറ്റിലുള്ളവർ അവർക്ക് അവരുടേതായ ഒരു നിയമം പാസ്സാക്കി. എന്തിനു വേണ്ടി? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി, ക്രിസ്ത്യാനികളെ പിടിച്ച് ജയിലടയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് ജയിലടയ്ക്കുമ്പോൾ നമ്മളെന്താ പറയേണ്ടത്? നമ്മുടെ അമ്മാമ്മ വായിച്ച വാക്യം ഏതാണെന്നറിയോ? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ധരിച്ചുകൊള്ളു. എന്നാൽ ആ വാക്യം അവിടെ ഉപയോഗിച്ചത് വേറൊരു കാര്യത്തിന് വേണ്ടി, അത് പറയാം. എന്നാൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കഷ്ടങ്ങൾക്ക്. അതായത് അങ്ങനെയല്ല, 4-ാം അധ്യായത്തിൽ വേറൊരു വാക്യം പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് ആ വാക്യം പറയുന്നത്, പ്രിയമുള്ളവരെ, അതായത് 4:12 വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അസാധാരണ കാര്യം നടന്നു എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അടുത്ത വാക്യം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളി. പ്രിയ സഹോദരന്മാരെ, അതുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കഷ്ടം മാറിപ്പോണമെന്നല്ല, കഷ്ടം ദൈവത്താൽ വന്നിരിക്കുന്നതാണ്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മളിങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്, എപ്പോഴാണ് നമ്മളെ കഷ്ടം പിടിക്കും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളും ഇതിൽ പ്ലാൻഡ് ആയിരിക്കണം. ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളി. അങ്ങനെ നിങ്ങളവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ, ഇപ്പോഴല്ല അന്ന് ഉല്ലസിച്ചാനന്ദിപ്പാൻ, അന്ന് സന്തോഷിക്കും, ഉല്ലസിച്ചാനന്ദിക്കും എന്നുള്ളത് കൊണ്ട് ഇന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവികമായിരിക്കുന്ന സമാധാനത്തിൽ ഇരിക്കുവാൻ കഴിയും. ഈ പരീക്ഷ വരുമ്പോൾ അതിൻ്റെ കൂടെ പോക്കുവഴി നൽകുമെന്ന് കർത്താവ് ഒരു മനോഹരമായ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എന്താണെന്നറിയോ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാവോ? 1 കൊരിന്ത്യർ 10:13 വായിക്കാവോ? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ പരീക്ഷ പോകുന്നല്ല, പരീക്ഷയോട് കൂടെ പോക്കുവഴിയുണ്ട്. എന്താണ് ആ പോക്കുവഴി? സമാധാനം. ജയിലിൽ കിടക്കുമ്പോൾ ഇവരെങ്ങനെയാണ് പാടി സ്തുതിച്ചത്? പൗലോസും ശീലാസും ഒക്കെ. ആ സമാധാനം അവരുടെ ഉള്ളിൽ വന്നു. ആ പൗലോസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പരീക്ഷയോട് കൂടെ പോക്കുവഴി, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മൾക്ക് കൊച്ചു കൊതുകൂടി ഉള്ളപ്പോൾ തന്നെ നമ്മൾ അസ്വസ്ഥരാകുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ജയിലിൽ കിടക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കും കഷ്ടം അനുഭവിക്കുന്ന സഹോദരന്മാർക്കും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയം സമാധാനത്തിലായിരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. കഷ്ടത ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ഹിതത്തിലായിരിക്കുകയില്ല. ഇവിടെ 4-ാം വാക്യത്തിൽ അമ്മാമ വായിച്ച വാക്യത്തിലാണെങ്കിലും ക്രിസ്തു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ അനേക കഷ്ടങ്ങൾ തൻ്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്നു. അത് ക്രൂശുമരണത്തെക്കുറിച്ചല്ല പറയുന്നത്, ക്രൂശുമരണത്തിലെ കഷ്ടതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്.
ക്രൂശുമരണത്തിലെ കഷ്ടത നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല, കഴിയുകയില്ല. അതിന് നമ്മളോട് ചോദിക്കുന്നുമില്ല. എന്നാൽ നമ്മുടെ ഈ ദൈനംദിനമുള്ള ജീവിതത്തിൽ നമുക്ക് യേശുവിനെ കാണാം. യേശു തൻ്റെ മാതാപിതാക്കൾക്ക് 30 വർഷക്കാലം കീഴടങ്ങിയിരുന്നു. സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് കീഴടങ്ങിയിരുന്നു. അവിടെയൊക്കെ നിരന്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ താൻ തൻ്റെ ഹിതത്തെ നിഷേധിച്ചു. പിതാവിൻ്റെ ഹിതം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കും. അങ്ങനെ കഷ്ടത അനുഭവിച്ചവൻ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. അതാണ് ദൈവത്തിന് ഇഷ്ടം ചെയ്യണേ, അതേ സാധിക്കുകയുള്ളൂ. അല്ലെ, നാം എപ്പോഴും ഓർക്കണം, നമ്മളൊരു ശുദ്ധ മനസ്സാക്ഷിയോടെ അല്ല നമ്മൾ നടക്കുന്നെങ്കിൽ, നമ്മളിവിടെ വന്നിരിക്കുന്നെങ്കിൽ, നമ്മുടെ പാട്ട് പാടുമ്പോഴൊന്നും അതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു പടുപാടി എന്നുള്ള ഒരു ആശ്വാസം അത്രയേ ഉള്ളൂ. എന്നാൽ നാം എപ്പോഴും ഒരു ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും സൂക്ഷിപ്പാൻ ആഗ്രഹിച്ചാൽ ഇതൊരു വളർച്ചയാണ്. നമ്മൾ ക്രിസ്ത്യ ജീവിതം തുടങ്ങുന്നത് വീട്ടുജനത്തിലൂടെയാണ്. അവിടുന്ന് വളരുന്നത് എങ്ങനെയാണ്? പത്രോസ് പറഞ്ഞതുപോലെ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചു വളരണം. ദൈവദാസൻ പറയുകയുണ്ടായി, വചനമാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. വചനമാണ് നമുക്ക് വിവേകം നൽകുന്നത്. നമ്മളെങ്ങനെ ആയിരിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെ വിവേകം തരുന്നത് വചനമാണ്. ദൈവത്തിന് സ്തോത്രം.